കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നു. എന്നാൽ വീണ്ടും വിഴിഞ്ഞം ചർച്ചയാവുകയാണ്. ഒരിക്കൽ ഭൂമി ഏറ്റെടുക്കലിനെ ചൊല്ലിയായിരുന്നു, മറ്റൊരിക്കൽ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഒഴിയാതെ മുന്നോട്ട് പോകുന്ന ഒരു വികസന സംരംഭമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഇത്തവണ ഈ പുതിയ സംരംഭം എന്തെന്നല്ലേ, അതും വിവാദത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. MSC കമ്പനിക്ക് 49% ഓഹരി നൽകാൻ അദാനി പോർട്ട് തീരുമാനിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ജൂൺ 30-നാണ് ഈ ഉടമ്പടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതും അദാനിയുടെ പത്രക്കുറിപ്പിൽ നിന്നുമാണ് കേരളം അറിയുന്നത്, രാഷ്ട്രീയ നേതാക്കൾ അറിയുന്നത്, നിയമസഭയിൽ പോലും ഈ വിവരങ്ങൾ എത്തുന്നത്. ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുമൊക്കെ പറയുന്നത്. ഒരു വലിയ പദ്ധതിയുടെ മുതൽ മുടക്കുന്ന കമ്പനിയുടെ ഷെയർ കൈമാറ്റ വിവരങ്ങൾ ആരും അറിയാതെ നടക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ആരുടെ ഭാഗത്ത് നിന്നാണ് ഇതിന് വലിയ തരത്തിലുള്ള കൈ അയഞ്ഞ സഹായങ്ങൾ നൽകുന്നത്? ഈ ചോദ്യമാണ് കഴിഞ്ഞ 2-3 ദിവസമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ CPIM-ഉം ഉന്നയിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല, ഈ വിവരങ്ങൾ അറിയുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം വിഴിഞ്ഞത്തിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. മാത്രവുമല്ല, വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവർക്ക് വലിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാകും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ ഇക്കാര്യങ്ങൾ വിലങ്ങുതടിയാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരു ചോദ്യമായി ഉയർത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഈ അദാനി പോർട്ട് അല്ലെങ്കിൽ അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്, ഷെയർ അല്ലെങ്കിൽ ഓഹരി കച്ചവടം നടന്നിട്ടില്ല, അതുമായുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. 13,000 കോടി രൂപ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുതൽ മുടക്കാമെന്ന്, അതും അദാനി കമ്പനിക്ക് വേണ്ടി മുതൽ മുടക്കാമെന്ന് ആണ് ഉടമ്പടി എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ചില സംശയങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. ഏകദേശം ഒരു നീണ്ട ഉടമ്പടിയാണ് സംസ്ഥാന സർക്കാരും അദാനിയുമായിട്ടുള്ളത്. 40 വർഷം നീളുന്ന ഉടമ്പടി. അതിനുശേഷം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പൂർണ്ണതോതിൽ അധികാരം ഈ വിഴിഞ്ഞം തുറമുഖത്തിലുണ്ടാവുക. അതുവരെ അദാനിയും സർക്കാരുമായി ലാഭം പങ്കിട്ട് പോകും. അതാണ് ഉടമ്പടി. ആ ഉടമ്പടിക്കിടയിലാണ്, അല്ലെങ്കിൽ ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ MSC എന്ന് പറയുന്ന കമ്പനി കൂടി എത്തപ്പെടുന്നത്. അതാണ് എല്ലാവരും ഒരു സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണുന്നത്, ഭരണപക്ഷവും പ്രതിപക്ഷവും. ഭരണപക്ഷത്തു നിന്ന് എതിർപ്പിൻ്റെ സ്വരങ്ങൾ ഉയർന്നിട്ടില്ല എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. കാരണം വിഴിഞ്ഞം പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മുടക്കിയത് 5,595 കോടി രൂപയാണ്. അദാനി പോർട്ടാകട്ടെ 2,414 കോടി രൂപയും. ഇതിൽ കേന്ദ്രം നൽകിയിട്ടുള്ളത് 817 കോടി രൂപയാണ്. അങ്ങനെ സാമ്പത്തികപരമായുള്ള കണക്കുകളിൽ സംസ്ഥാന സർക്കാരാണ് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയതെങ്കിലും നിർമ്മാണവും പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതലയെല്ലാം അദാനി പോർട്ടിനാണ്. ആ പോർട്ടിലേക്കാണ് ഇപ്പോൾ പുതിയ ഒരു ആൾ കൂടി, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി കൂടി വരുന്നത്. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഒരു സംശയത്തിന് വഴിവെച്ചിരിക്കുന്നത്. എങ്ങനെ മുഖ്യമന്ത്രി അറിയാതെ, എങ്ങനെ സംസ്ഥാന സർക്കാർ അറിയാതെ പുതിയൊരു കമ്പനി ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടും എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും ഈ 2034 സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതം വലിയ തോതിൽ കിട്ടിത്തുടങ്ങും എന്നാണ് പറയുന്നത്. പക്ഷേയും അവിടെയും ചില കണക്കുകൾ നിരത്തുമ്പോൾ വലിയ തരത്തിലുള്ള ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പുതിയ കമ്പനി കൂടി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് എത്തുന്നതാണ് സംശയത്തിൻ്റെ കണ്ണോടുകൂടി എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും വലിയ തുറമുഖം,
പ്രകൃതിദത്തമായ എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. വലിയ മുതൽ മുടക്ക് ഈ തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നില്ല. പ്രധാനപ്പെട്ട കപ്പൽ ചായവുമായി വലിയ ദൂരമില്ല. 10 മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം മാത്രമാണുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു കരാർ? ആ ചോദ്യം ഒരു ചോദ്യമായി തന്നെ നിലകൊള്ളുകയാണ്. നിലവിൽ CPIM അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ പ്രത്യക്ഷത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് ചർച്ചകൾ നടത്തും, വ്യക്തത വരുത്തുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു കാര്യം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. സംസ്ഥാനത്തെ ഒരു ഭരണകൂടം അറിയാതെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സംവിധാനം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഒരു തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പുകാർ മറ്റൊരു കമ്പനിയുമായി, അതൊരു വിദേശ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി കാണുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽ മുടക്കുവാൻ മറ്റൊരു വിദേശ കമ്പനി വരുന്നു. ഇപ്പോൾ നിലവിലുള്ള കമ്പനിയുമായി ധാരണയിലാകുന്നു. ഇതൊക്കെയാണ് ചില ചോദ്യങ്ങളായി, ചില സംശയങ്ങളായി CPIM ഉയർത്തിക്കാണിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് CPIMൻ്റെ നീക്കം. അതേസമയം അദാനി ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. സർക്കാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ MSCയുമായിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് അവർ എങ്ങനെ ധാരണയായി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായി ഉയരുന്നത്. സർക്കാരുമായി എന്ത് കരാറിലേക്കാണ് ഒപ്പുവെക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സർക്കാരുമായി എന്ത് തരത്തിലുള്ള ചർച്ചയാണ് നടത്താൻ പോകുന്നത്? ഇതൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറമേയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇതുവരെയായും തുടക്കം കുറിച്ചിട്ടില്ല. റിംഗ് റോഡുകളുണ്ട്, റെയിൽപാതകളുണ്ട്, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ മറ്റു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. നിരവധിയായ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികൾ വേറെ അനുബന്ധമായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലേക്കും ഇതുവരെയായും തുറമുഖ കമ്പനി കടന്നിട്ടില്ല, സർക്കാരും കടന്നിട്ടില്ല. അതിനിടയിലാണ് ഈ അദാനി പോർട്ടിൻ്റെ ഓഹരികൾ, അതായത് ഏകദേശം 49% ഓഹരി മറ്റൊരു വിദേശ കമ്പനി ഏറ്റെടുക്കുന്നതിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവിടെയും ഒരു സംശയത്തിൻ്റെ നിഴൽ നിൽപ്പുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കമ്പനി സംസ്ഥാനത്തിൻ്റെ ഭരണകൂടമറിയാതെ മറ്റൊരു അല്ലെങ്കിൽ തുറമുഖ നടത്തിപ്പുകാരായ കമ്പനിയുമായി ധാരണയുണ്ടാക്കിയത്? അത് ചർച്ച തന്നെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് നിലപാടായിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കുക? കാരണം തുറമുഖത്തിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തേണ്ടത് മുഖ്യമന്ത്രി അറിഞ്ഞു വേണം. ആ മുഖ്യമന്ത്രി പോലും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. വരും ദിവസങ്ങളിൽ CPIM വലിയ സമരങ്ങളും നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷം കൈയും കെട്ടി നോക്കിയിരിക്കില്ല. കാരണം കിട്ടിയ അവസരം അവർ കൃത്യമായി വിനിയോഗിക്കാൻ തന്നെ തയ്യാറെടുക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.